പച്ചപ്പും കുളിർമയും നിറഞ്ഞ ഹിൽ സ്റ്റേഷനിലേക്ക് നമുക്ക് യാത്ര പോകാം. മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും പരിചയമായ നമ്മുടെ സ്വന്തം വാഗമണ്ണാണ്. ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. സ്കൂളൊക്കെ അടച്ചിട്ടുള്ള ആ ഒരു തിരക്കും. വാഗമണ്ണിൻ്റെ കുറച്ച് വ്യൂസാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ ഒരു ടൈമിൽ നമ്മുടെ വാഗമണ്ണിൻ്റെ വ്യൂസും അതോടൊപ്പം തന്നെ വാഗമണ്ണിൻ്റെ കാലാവസ്ഥയും അവിടെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സിപ്പ് ലൈൻ്റെ ഏരിയയിലൊക്കെ നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ അധികം സ്കൂൾ കോളേജ് കുട്ടികൾ, സ്കൂളില്ല കേട്ടോ, കോളേജ് കുട്ടികളുടെ കുറച്ച് പിക്നിക്കൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അവരെയും കണ്ടു. പിന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ ഫാമിലീസ്, അതായത് നമ്മുടെ കേരളക്കാരെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പം തമിഴ്നാട്ടുകാരുടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയപ്പോൾ പോലും ക്യൂ നിന്ന് ഫുഡ് കഴിക്കേണ്ട അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് റഷായിരുന്നു ഹോട്ടലിലേക്ക്. പിന്നെ തങ്ങൾപ്പാറയിലേക്ക് പോവുകയാണെങ്കിൽ തങ്ങൾപ്പാറയിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവിടുത്തെ ആണ്ടിൻ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. കൂടുതലും തമിഴ്നാട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളക്കാരെക്കാട്ടിലും കൂടുതലും തമിഴ്നാട്ടുകാരായിരുന്നു. ഓൾറെഡി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് പോകുമ്പം ഒരു പ്രത്യേക തരം വൈബാണ്, ഇപ്പോൾ പോകുമ്പം കുറച്ച് വേറൊരു തരം വൈബാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ചൂടത്ത്, അതായത് എൻ്റെ വീട്ടിലൊക്കെ നിയറസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കമ്പയർ ചെയ്യുമ്പം കുറച്ചൊരു ചൂട് കുറവ് പോലെ തോന്നും. പക്ഷേ ഞങ്ങൾക്ക് തന്നെ ആ ഒരു ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വാഗമണ്ണ് പോയപ്പം എന്താണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ, കൂടെ വാഗമണ്ണൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലൈമറ്റിക് ചേഞ്ചസ് എന്തുമാത്രം അവിടെയും ആയിട്ടുണ്ടെന്ന്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നോർമലി വാഗമണ്ണ് പോകുമ്പോൾ നല്ല കുളിർ കാറ്റും നല്ല തണുപ്പൊക്കെ അറിയാറുണ്ട്. ഈവൻ അവിടുത്തെ വെയിൽ കൊണ്ടാൽ പോലും ആ ഒരു വെയിലിന് പോലും ചൂടില്ല. പക്ഷേ ഇപ്പോൾ പോകുമ്പോൾ നേരെ മറിച്ച് നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. എങ്കിലും നമുക്ക് ഈ ഒരു ചൂടത്ത് വാഗമണ്ണെത്തുമ്പം കുറച്ചൊരു ആശ്വാസവും തണുപ്പും ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. നല്ലൊരു ക്ലിയർ അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് തങ്ങൾപ്പാറയിലേക്ക് പോകാം. തങ്ങൾപ്പാറയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത് അവിടുത്തെ റോഡാണ്. ഓൾറെഡി അവിടുത്തെ റോഡിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, മണ്ണിട്ട റോഡുകളൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള റോഡുകളൊക്കെ ഭയങ്കര സ്മൂത്ത് ആൻഡ് എന്താ പറയുക, ടാറൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ തങ്ങൾപ്പാറയിൽ പോകുന്നവർക്ക് ഇനി ആ ഒരു ദുർഘടം പിടിച്ച വഴിയിലൂടെ യാത്ര ചെയ്ത് പോകേണ്ട, നല്ല കൂളായിട്ട് പോകാൻ പറ്റും. അതിനുശേഷം ഈ ഒരു പാറ ഫുൾ കവർ ചെയ്താണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അതായത് അവിടുത്തെ പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന പാറയാണ്. കാരണം അവിടെ തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു തങ്ങളുടെ പേരൊക്കെ എനിക്കിപ്പം ഓർക്കുന്നില്ല കേട്ടോ. എന്തോ ഫരീദ് അങ്ങനെ എങ്ങാണ്ടുമാണ് ആ ഒരു തങ്ങളുടെ പേര് എനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ അതാണ് ആ ഒരു പാറേൻ്റെ സ്പെഷ്യാലിറ്റി. കുറേ ആൾക്കാർ വന്ന് സിയാറത്തും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഈ പാറകൾ താണ്ടി വേണം പോകാൻ. നോർമലി ഒരു പാറയാണെങ്കിൽ, ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുന്നതാണെങ്കിൽ നമ്മൾ വിചാരിക്കും എങ്ങനെ കയറും, എന്ത് ഡിഫിക്കൽട്ടാണെന്നൊക്കെ വിചാരിക്കും. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ഇതിൻ്റെ ഒരു അത്ഭുതങ്ങളൊക്കെ അറിയുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മൾ ഈ ഒരു പാറ കയറുമ്പോൾ നമുക്ക് യാതൊരു വിധ ഡിഫിക്കൽട്ടില്ല, ഭയങ്കര സ്മൂത്തായിട്ട് കയറാനും പറ്റും. തിരിച്ച് അതേപോലെ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് നന്നായിട്ട് ഇറങ്ങാനും പറ്റും. അത് പല പ്രാവശ്യം ഇവിടെ ചെന്നപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന മിക്കവർക്കും തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് കാണാൻ പറ്റും. താഴെ കുറേ റിസോർട്ട്സും കാര്യങ്ങളും, പിന്നെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പാറകളും. പിന്നെ നമുക്ക് അത്ര ഡേഞ്ചർ സോൺ അല്ല കേട്ടോ. നന്നായിട്ട് നമുക്ക് നടന്നു പോകാനൊക്കെ എന്താ പറയുക, നമുക്ക് കംഫർട്ടായിട്ട് നടന്നു പോകാൻ പറ്റും. പിന്നെ നമ്മൾ സൂക്ഷിക്കണം, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ തന്നെ പിടിച്ച് പോവുക, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ എടുത്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അതായത് ഭയങ്കര കൊക്കയാണ്. താഴോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടിയാകും. ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഈവൻ തങ്ങൾപ്പാറയിൽ പോലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന അത്രയും കാറ്റോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ചൂട്. എന്തുമാത്രമാണ് നമ്മുടെ കേരളം ഇപ്പോൾ ചൂടത്ത് കത്തിക്കൊണ്ടിരിക്കുക എന്നാണല്ലോ നമ്മൾ ഡെയിലി കാണുന്ന വാർത്തകൾ. അതിൻ്റെ ആ ഒരു ആഘാതം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് ഈവൻ വാഗമൺ എന്ന് പറഞ്ഞ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോലും പോകുമ്പം പ്രകടമാവുന്നുണ്ട്. അതാണ് ഞാൻ പറയാനുള്ള മെയിൻ കാരണം കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് കേട്ടോ. ഈ ഒരു വാഗമണ്ണിലേക്ക് വരികയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറേ അധികം സ്പോട്ട്സ് ഉണ്ട്. അതായത് ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ടൊക്കെ കൊടുത്താലും ഓവർ എമൗണ്ട് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്. കുറച്ച് അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ വാഗമൺ.
അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറയൊക്കെ കയറി കണ്ടതിന് ശേഷം ഇറങ്ങി വരികയാണ് കേട്ടോ. ഇറങ്ങി വരുമ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിരിക്കണം. കയറി പോകുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നമുക്ക് കെയർഫുൾ ആവേണ്ടത് ഇറങ്ങി വരുമ്പോഴാണ്. കുത്തനെ ഒരു ഇറക്കം പോലെയല്ലേ, പാറയും കൂടെ ആണല്ലോ. എങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എന്താ പറയുക, നമ്മൾ സൂക്ഷിച്ചിറങ്ങിയാലും നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നോർമലി ഒരു ഇത്രയും വലിയൊരു പാറയുടെ മുകളിൽ കയറുന്ന ആ ഒരു ഡേഞ്ചർ സോണൊന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു തങ്ങൾപ്പാറ. അതിന് ആ ഒരു പാറേൻ്റെ സ്പെഷ്യാലിറ്റിയും കൂടിയാണ്. അതിനുശേഷം ഇനി നമുക്ക് ഉച്ചസമയമായല്ലോ, ഇനിയിപ്പോൾ ഫുഡ് അടിക്കണമല്ലോ. ഫുഡ് അടിക്കുന്ന കാര്യം ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അത്രയ്ക്ക് റഷായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ ഹോട്ടൽ തേടിപ്പോവാണ്. വാഗമൺ ടൗണിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് വാഗമണ്ണിത്തെ ചിന്നൂസ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ബിരിയാണി, അതോടൊപ്പം തന്നെ തന്തൂരി ഞാനൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് നമ്മൾ ഫൈനലി വന്നു. ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി നന്നായിട്ട് തന്നെ ഫുഡ് അടിച്ചു കേട്ടോ. ഇപ്പോൾ വാഗമണ്ണ് പോകുന്നവർക്ക് ഈ ഒരു സ്പോട്ട് പരിചിതമായിരിക്കും. കാരണം അവിടുത്തെ വഴികളിലൊക്കെ ഈ ഒരു ഫ്ലവർ പൂത്ത് നിൽക്കുന്ന കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളർ ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പിന്നെ ഓൾറെഡി ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയൊക്കെ നോക്കി. നമ്മുടെ ഒരു സന്തോഷം, നമ്മൾ കുറച്ചൊന്ന് മൈൻഡ് കൂളാക്കാനും നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താനാണല്ലോ ഇങ്ങനത്തെ യാത്രകളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനും നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അത് ആർക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞാനത് എൻ്റെ ഈ ഒരു ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പോയിൻ്റാണ് കേട്ടോ. നമ്മൾ ഏൺ ചെയ്ത മണി നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ട് ആരോട് നമ്മൾ സിൻസിയറിറ്റി തന്നെ ആത്മാർത്ഥത കാണിച്ചാലും അത് നമുക്ക് തിരിച്ച് കിട്ടിക്കോണം എന്നില്ല. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനും പാടില്ല. നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക, അതാണ് ഇപ്പോൾ എൻ്റെ കറണ്ട് പോളിസി. ഓക്കെ, നമുക്കിനി അടുത്ത വ്യൂവിലേക്ക് വരാം. ഈ ഒരു ഫ്ലവർ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ എന്ത് രസമല്ലേ, ഇങ്ങനെ മരങ്ങൾ നിറച്ചിങ്ങനെ പൂത്ത ആ ഒരു റെഡിഷ് വൈബ്രൻറ്റ് കളറ്. പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്ന വേർഡ്സിൽ തന്നെ എനിക്ക് എന്തുമാത്രം ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു വ്യൂ എനിക്ക് സന്തോഷം നൽകിയെന്നും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുത്തിയെന്നൊക്കെയുള്ള. പിന്നെ നമുക്ക് വാഗമണ്ണൊക്കെ പോകുമ്പം എല്ലാ വീടുകളിലും ഇതേപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ പറ്റും. പൂക്കളുടെയൊക്കെ കളറ് നമ്മുടെയൊക്കെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ആ ഒരു തണുത്ത കാലാവസ്ഥയിൽ നല്ല വൈബ്രൻറ്റ് കളേഴ്സായിട്ടാണ് കേട്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു പള്ളി, തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഈ ഒരു ക്രിസ്ത്യൻ ചർച്ചൊക്കെ കാണാൻ എന്ത് രസമല്ലേ. നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്കിലൊക്കെ സ്ട്രെസ്ഡായിട്ട് എന്താ പറയുക, നമ്മൾ ആകെ മാനസിക പിരിമുറുക്കത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫൊന്ന് നമ്മുടെ മൈൻഡൊന്ന് കൂളാക്കാനും നമുക്കൊരു സന്തോഷം കൊണ്ടുവരാനൊക്കെ ഇതേപോലത്തെ ട്രിപ്സൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ ആണെങ്കിലും നമുക്ക് കുറേ അധികം ഐഡിയാസ് ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. യാത്രകൾ നമ്മളെ ഒരാളെ ഫുള്ളി ടോട്ടലി ചേഞ്ച് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അത് സത്യമാണ്. ഞാൻ കുറച്ചൊക്കെ യാത്ര ചെയ്ത് തുടങ്ങിയപ്പം അതെനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ റീസെൻറ്റ് വാഗമൺ കാഴ്ചകൾ. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.